തെറ്റായ രീതിയിലുള്ള പ്രചാരവേല പാർട്ടിക്കെതിരെ മാധ്യമങ്ങൾ നടത്തുന്നതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരണം ജനം തള്ളിക്കളയും. ക്രിമിനൽ നടപടി എടുക്കുന്നവർക്കൊപ്പമല്ല പാർട്ടി. പാർട്ടി അംഗങ്ങളെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന ശൈലി മാറ്റുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിപിഐഎം എന്ന പാർട്ടിക്കെതിരെ മാധ്യമങ്ങൾ നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ ഇത് തന്നെയായിരുന്നു പ്രധാനമായും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അതിൽ ആദ്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് സിപിഐഎമ്മിന്റെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സിപിഐഎം പ്രത്യേക യോഗങ്ങൾ ചേർന്ന് തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയിരുന്നു. തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടികളിലേക്ക് കടന്നിരുന്നു. ഈ തിരുത്തൽ നടപടികളുടെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം അത് തള്ളി എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. അത് തീർത്തും തെറ്റാണ് എന്നുള്ള കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു വിഷയം, ഇ.പി. ജയരാജൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സിപിഐഎമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ വിമർശിച്ചു എന്ന തരത്തിലുള്ളതാണ്. ആ കമ്മിറ്റിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടേയില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം വിമർശിച്ചു എന്നുള്ളത് ഈ ഒരു പ്രമുഖ പത്രം എഴുതുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം ചോദിച്ചു. ഏതായാലും ഈ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളെ, ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ ജനം തള്ളിക്കളയും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. തെറ്റായ രീതിയിലുള്ള പ്രചാരവേല പാർട്ടിക്കെതിരായിട്ട് പാർട്ടിക്കകത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തെറ്റായ പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സിപിഎമ്മിന് യാതൊരു സംശയവും ഇല്ല. അതിനൊപ്പം തന്നെ മറ്റൊരു വിഷയം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. അതായത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണത വെച്ചു പുലർത്തുന്നവരെ പാർട്ടിയിൽ ഉൾപ്പെടുത്താറില്ല. പാർട്ടിയിൽ നിന്ന് അത്തരക്കാരെ ഒക്കെ തന്നെ അതാത് ഘട്ടങ്ങളിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയെയും സിപിഐഎം എന്ന പ്രസ്ഥാനം അത് അംഗീകരിക്കുന്നില്ല എന്നുകൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റായ പ്രവണതയുള്ള എല്ലാറ്റിനെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മുമ്പേ ഒഴിവാക്കി. വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവണത മനസ്സിലാക്കിയ ആ ഘട്ടം മുതൽ അവരുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങളിത് പരസ്യമായിട്ട് പറയുക മാത്രമല്ല, പ്രചരണ ജാഥ നടത്തിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ അവബോധം ഉണ്ടാക്കി. അതുകൊണ്ട് തെറ്റായ ഒരു പ്രവണതയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിക്കുന്ന നിലപാടില്ല. അത് കണ്ണൂരുമില്ല. ഇതിനു പുറമെ മറ്റൊന്ന്, അതായത് ജനങ്ങളിൽ നിന്ന് അകലുന്ന തരത്തിലുള്ള ശൈലി അത് സിപിഐഎമ്മിന്റെ പ്രവർത്തകരിൽ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും പാർട്ടി എടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ശൈലിയാണോ മാറ്റേണ്ടത് എന്ന തരത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അതിൽ മുഖ്യമന്ത്രി എന്നല്ല, മുഖ്യമന്ത്രിയാകട്ടെ, പാർട്ടി സെക്രട്ടറി ആകട്ടെ, അല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആകട്ടെ, ആരുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ പോലും ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് അകലുന്ന തരത്തിലുള്ള ശൈലി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുകൂടി മാധ്യമങ്ങളെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതിന് ഒപ്പം തന്നെ കെ സുധാകരന്റെ വീട്ടിലും ഓഫീസിലും നിന്നായി കൂടോത്രം കണ്ടെത്തിയ സംഭവം കൂടി മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ഇതിൽ ഏതായാലും തനിക്ക് ഇത്തരം കൂടോത്രത്തിൽ ഒന്നും തന്നെ വിശ്വാസമില്ല. അത് അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങൾക്കെതിരെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ കണ്ണൂരിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് കെ സുധാകരനോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകിയത്. ശരി, എസ് ഷീജ വിവരങ്ങൾ നൽകിയതാണ്.